വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഹെക്ഷർ-ഓഹ്ലിൻ തിയറി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രേഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്താണെന്ന് അറിയണം. മറ്റൊന്ന് ഫാക്ടർ അബണ്ടൻസ്, പിന്നെ അതിൻ്റെ സിംബോളിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, പിന്നെ ഇതിൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്ന കുട്ടികൾ പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഇതാണ്, അതായത് കണ്ടന്റ് മനസ്സിലായി പക്ഷെ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് കൂടി അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നോട്ടിൽ അത് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഹെക്ഷർ-ഓഹ്ലിൻ തിയറി എന്നുള്ള ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും എനിക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറി? ഹെക്ഷർ-ഓഹ്ലിൻ തിയറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഇക്കണോമിസ്റ്റിൻ്റെ പേരാണ്. 1919 എലി ഹെക്ഷർ എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് മോഡേൺ ഇന്റർനാഷണൽ തിയറി എന്നൊക്കെ ഇതിനറിയപ്പെടും. ഇതിന് മുൻപുണ്ടായിരുന്ന എല്ലാ തിയറീസും ട്രഡീഷണൽ തിയറീസ് ആയിരുന്നു. ഇത് മോഡേൺ തിയറിയാണ്. ഫസ്റ്റ് എലി ഹെക്ഷർ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ്, ലേറ്റർ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ്, അത് ബെർട്ടിൽ ഓഹ്ലിൻ 1933 അദ്ദേഹം ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് ഹെക്ഷർ-ഓഹ്ലിൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിയറിയിൽ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, രണ്ട് കൺട്രീസിനെ കുറിച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ട് ഫാക്ടേഴ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ദെൻ രണ്ട് കമ്മോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ് ആൻഡ് വൈ. രണ്ട് കൺട്രീസും ഈ രണ്ട് ഫാക്ടേഴ്സും യൂസ് ചെയ്യുന്നു, രണ്ട് കമ്മോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ 2x2x2 മോഡൽ എന്നാണ് ഇത് അറിയപ്പെടുക. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡ് വിത്ത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് തിയറിയാണ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് തിയറിനെ കുറിച്ച് ഇന്റർനാഷണൽ ട്രേഡിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് ഈ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഈ ഞാൻ പറഞ്ഞൂല്ലോ, ഇതൊരു മോഡേൺ തിയറിയാണ്. ഇതിന് മുൻപുണ്ടായിരുന്ന തിയറീസിൽ ഒന്നും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് കൺട്രിയിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി രണ്ട് കൺട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് കൺട്രിയിൽ ഫസ്റ്റ് കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 100 rupees ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നതെങ്കിൽ, സെക്കൻഡ് കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചിലപ്പോൾ 120 rupees പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് എന്നുള്ളത് ട്രഡീഷണൽ തിയറീസിൽ അവർക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. വൈ ദി ഡിഫറൻസസ് ഇൻ ദി പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ദീസ് ടു കമ്മോഡിറ്റീസ് എന്നുള്ളത് ട്രഡീഷണൽ എക്കണോമിസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. മോഡേൺ എക്കണോമിസ്റ്റ് ആണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് പറയുന്നത്, ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ദി കോസസ് ഓഫ് ഡിഫറൻസസ് ഇൻ കമ്പാരിറ്റീവ് കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് കമ്മോഡിറ്റീസ് ബിറ്റ്വീൻ different countries which classical theory couldn't satisfactorily explain. അതാണ് ആക്ച്വലി ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു ഡിഫറൻസ് വരുന്നത് എന്നതിനെ കുറിച്ച് ട്രഡീഷണൽ എക്കണോമിസ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയിൽ ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹെക്ഷർ-ഓഹ്ലിൻ പറയുന്നത്, അക്കോർഡിംഗ് ടു ദം ദിസ് ഡിഫറൻസസ് ഇൻ കമ്പാരിറ്റീവ് കോസ്റ്റ് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസസ് ഇൻ ഫാക്ടർ എൻഡോമെന്റ്സ്. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫാക്ടർ എൻഡോമെന്റ്സ് പറഞ്ഞുതരാം എന്താണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫാക്ടർ പ്രപ്പോർഷൻസ്, അതായത് ഫാക്ടർ ഇന്റൻസിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അക്കോർഡിംഗ് ടു ഹെക്ഷർ-ഓഹ്ലിൻ പറയുന്നത്, ഈ കമ്പാരിറ്റീവ് കോസ്റ്റിലെ ഡിഫറൻസിന്റെ മെയിൻ കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണുള്ളത്. വൺ ഇസ് ഫാക്ടർ എൻഡോമെന്റ്, ദി സെക്കൻഡ് ഇസ് ഫാക്ടർ ഇന്റൻസിറ്റി. ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് ഈ കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നത്. എന്താണ് ഫാക്ടർ എൻഡോമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു കൺട്രിയിൽ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് കൺട്രീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കൺട്രീസ്, കൺട്രി എ ആൻഡ് കൺട്രി ബി. കൺട്രി എയിലെ ലേബറിന്റെ സപ്ലൈ ഒരുപാട് കൂടുതലാന്ന് വെക്കാം. അപ്പൊ നമ്മൾ ഈ കൺട്രീനെ പറയും ദിസ് ഇസ് എ ലേബർ ഇന്റൻസീവ് കൺട്രി എന്ന് പറയും. കൺട്രി ബിയിലെ ക്യാപിറ്റലിന്റെ സപ്ലൈ ആണ് കൂടുതൽ, ലേബർ അല്ല. നമ്മളപ്പോ ഇതിനെ പറയും എന്താണ്? ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി എന്ന് പറയും. നമ്മൾ ഈ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾസിലെല്ലാം ഇങ്ങനെയാണ്. രണ്ട് കൺട്രീസ് എടുക്കുന്നു. കൺട്രി എ ഈസ് ലേബർ ഇന്റൻസീവ്, അത് മനസ്സിലാക്കി വെക്കുക. കൺട്രി ബി ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ ലേബർ കൂടുതലാവുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, വാട്ട് വുഡ് ബി ദി വേജ് റേറ്റ്? ലേബർ സപ്ലൈ കൂടുതലാവുമ്പോൾ വേജ് റേറ്റിന്റെ ട്രെൻഡ് എന്തായിരിക്കും? വേജ് റേറ്റ് കുറവായിരിക്കും, കാരണം അവിടെ സപ്ലൈ കൂടുതലാണ് അല്ലേ? ക്യാപിറ്റൽ കൂടുതലാവുമ്പോൾ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും.
അല്ലേ? കാരണം എന്താ? ക്യാപിറ്റലിന്റെ സപ്ലൈ മെഷീൻസ് അവിടെ കൂടുതൽ അവൈലബിൾ ആണ്. സോ കൺട്രി എ ഈസ് എ ലേബർ ഇന്റൻസീവ് കൺട്രി ആൻഡ് കൺട്രി ബി ഈസ് എ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി. ഇതിനെയാണ് നമ്മൾ ഫാക്ടർ എൻഡോമെന്റ്. ഇത് നമ്മൾ ഏത് കൺട്രിയിലാണ് കൂടുതൽ ക്യാപിറ്റൽ, ഏത് കൺട്രിയിലാണ് കൂടുതൽ ലേബർ എന്ന് നമുക്ക് മനസ്സിലാവണം. അതാണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയിൽ പറയുന്നത്. ഈ ഡിഫറൻസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസിന്റെ ഫസ്റ്റ് റീസൺ ഈസ് ഫാക്ടർ എൻഡോമെന്റ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്, ഫാക്ടർ എൻഡോമെന്റ് ഉള്ള ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് ഇസ് ഫാക്ടർ ഇന്റൻസിറ്റി. എന്താണ് ഫാക്ടർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഫാക്ടർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി റിലേറ്റീവ് എമൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് എ ഗുഡ്. ഒരു കമ്മോഡിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം ക്യാപിറ്റലും ലേബറും യൂസ് ചെയ്തു, അതിന്റെ റേഷ്യോ. ഇതാണ് ഫാക്ടർ ഇന്റൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് പെർ യൂണിറ്റ് ഓഫ് ലേബർ. ഇപ്പൊ ഞാൻ പറയാണ് ക്യാപിറ്റൽ ഞാൻ യൂസ് ചെയ്തത് 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും 4 യൂണിറ്റ്സ് ഓഫ് ലേബറും ആണ് യൂസ് ചെയ്തതെങ്കിൽ അവിടുത്തെ ഇതിന്റെ റേറ്റ് എത്ര? 0.25 ആണ് അല്ലേ? ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് 0.25 ആണ്. സോ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്ത്? 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലേ ഉള്ളൂ, 4 യൂണിറ്റ്സ് ഓഫ് ലേബർ യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ലേബർ ഇന്റൻസീവ് കൺട്രി ആണ്. ലേബർ ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ക്യാപിറ്റൽ ലേബർ റേഷ്യോയിലൂടെയാണ് ആ കൺട്രിയുടെ ഫാക്ടർ ഇന്റൻസിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ത്രൂ ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ്, റീസൺസ് ഓഫ് ദി കോസ്റ്റ് ഡിഫറൻസ് ഓഫ് ദീസ് ടു കൺട്രീസ്. മനസ്സിലായോ? അപ്പൊ ഫാക്ടർ എൻഡോമെന്റ്സും ഫാക്ടർ ഇന്റൻസിറ്റിയിലൂടെയാണ് കോസ്റ്റിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അക്കോർഡിംഗ് ടു ഹെക്ഷർ ആൻഡ് ഓഹ്ലിൻ പറയുന്നു. ക്ലിയർ? ഓക്കെ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഡിഫറെന്റ് കൺട്രീസ് ഹാവ് ഡിഫറെന്റ് ഫാക്ടർ എൻഡോമെന്റ്സ്. സം കൺട്രീസ് പോസസ് റിലേറ്റീവ്ലി മോർ ക്യാപിറ്റൽ ആൻഡ് സം അതർ കൺട്രീസ് പോസസ് മോർ ലേബർ. നമ്മൾ പറഞ്ഞതാണ്. ദി ഫാക്ടർ വിച്ച് ഈസ് റിലേറ്റീവ്ലി അബണ്ടന്റ് ഇൻ എ കൺട്രി വിൽ ടെൻഡ് ടു ഹാവ് എ ലോവർ പ്രൈസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലേബർ റിലേറ്റീവ്ലി അബണ്ടന്റ് എന്ന് പറയുമ്പോൾ ലേബർ കൂടുതലുള്ള ഒരു കൺട്രിയിൽ അവിടെ ലോവർ പ്രൈസ് ആയിരിക്കും. എന്ത്? അപ്പോൾ ഇവിടുത്തെ വേജ് റേറ്റ് എന്ന് പറയുന്നത് ലെസ് ആണ്. റിലേറ്റീവ്ലി ആൻഡ് ദി ഫാക്ടർ വിച്ച് ഈസ് റിലേറ്റീവ്ലി സ്കേഴ്സ് ആണെങ്കിൽ, അതായത് ഇപ്പൊ ലേബർ കുറവാന്ന് വെച്ചോ, വിൽ ടെൻ ടു എ ഹയർ പ്രൈസ് എന്ന് വെച്ചാൽ അവിടുത്തെ വേജ് റേറ്റ് കൂടുതലായിരിക്കും. കണ്ടോ? ഇനി ഫാക്ടർ ഇന്റൻസിറ്റി ഈസ് ദി റിലേറ്റീവ് എമൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് എ ഗുഡ്. ദസ് അക്കോർഡിംഗ് ടു ഓഹ്ലിൻ പറയുന്നു ഫാക്ടർ എൻഡോമെന്റ്സും ഫാക്ടർ പ്രൈസസും ആർ ഇന്റിമേറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് അതർ. ക്ലിയർ അല്ലേ ഇത്? ഇനി ഇതിന്റെ അസംഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അസംഷൻസ് എന്ന് പറയുന്നത് ഇതൊരു 2x2x2 മോഡലാണ്. ഇനി രണ്ട് കൺട്രീസും സെയിം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ദി തേർഡ് പോയിന്റ് ഇസ് ഫാക്ടർ ഇന്റൻസിറ്റീസ് മേ വേരി ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റീസ്. ഫാക്ടർ ഇന്റൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. എന്താ ഫാക്ടർ ഇന്റൻസിറ്റി? ഞാൻ പറഞ്ഞു, ക്യാപിറ്റൽ ബൈ ലേബർ റേഷ്യോ. രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റീസിൽ ഡിഫറെന്റ് ആണ് ക്യാപിറ്റൽ ബൈ ലേബർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി വൺ കൺട്രി ലേബർ ഇന്റൻസീവും അതർ കൺട്രി ക്യാപിറ്റൽ ഇന്റൻസീവും ആണ്. ടേസ്റ്റും പ്രിഫറൻസസും രണ്ട് കൺട്രീസിന്റെയും സെയിം ആണ്. ഫാക്ടേഴ്സ് ആർ ഫ്രീലി മൊബൈൽ ആണ് വിത്തിൻ ദി കൺട്രി ബട്ട് ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യത്തിനകത്ത് മാത്രമേ ഇതില് ഫാക്ടേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാരിഫോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബോത്ത് കൺട്രീസ് പ്രൊഡ്യൂസ് ബോത്ത് കമ്മോഡിറ്റീസ്. എക്സും വൈയും ഇപ്പൊ നമ്മൾ രണ്ട് കൺട്രിയാണ് എടുക്കുന്നെങ്കിൽ രണ്ട് കൺട്രീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫുൾ എംപ്ലോയ്മെന്റ് റിസോഴ്സസ് ഉണ്ട്. ഈച്ച് കമ്മോഡിറ്റി ഡിഫേഴ്സ് ഇൻ ഫാക്ടർ ഇന്റൻസിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അസംഷൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ തെറ്റാതെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്, ഡിഫറെന്റ് കൺട്രീസ് എൻഡോഡ് വിത്ത് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു. അതായത് എ കൺട്രി വിത്ത് ലാർജ് ലേബർ ഫോഴ്സ് വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് അറ്റ് ലോവർ കോസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇപ്പൊ ഒരു കൺട്രി ലേബർ, ഇപ്പൊ കൺട്രി എ ലേബർ ആണ് ഇവിടെ കൂടുതൽ നിൽക്കുക. അപ്പൊ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി ആയിരിക്കും. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഗുഡ് എക്സ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഗുഡ് എക്സ് ആണ് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി. ഇനി മറ്റേ കൺട്രി ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെങ്കിൽ, ഇവിടെ ക്യാപിറ്റൽ ആണ് കൂടുതലെങ്കിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മളിവിടെ ഗുഡ് വൈ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റിയും ഗുഡ് എക്സ് എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നു. കണ്ടോ? ലേബർ കൂടുതൽ, then labor intensive commodity, that is X is producing, and if the capital intensive, if it is a capital intensive country, they are producing capital intensive good, that is good Y. Okay.
ലാർജ് ക്യാപിറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് അറ്റ് ലോവർ കോസ്റ്റ്. കാരണം എന്താ, ഇതിന്റെ റീസൺ എന്താ, ലേബർ കൂടുതലാവുമ്പോൾ ഇവിടുത്തെ വേജ് റേറ്റ് എന്ന് പറയുന്നത് ലെസ് ആണ്. കാരണം സപ്ലൈ ഓഫ് ലേബർ കൂടുതലാണ്. സോ ഇവർക്ക് ചീപ്പർ ആയിട്ട് ഈ കമ്മോഡിറ്റി ചീപ്പർ റേറ്റിൽ ഗുഡ് എക്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെയോ ചീപ്പർ റേറ്റിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റി ഏതാണ്, ഗുഡ് വൈ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം ഇവിടെ എക്സ് കെയുടെ വാല്യൂ, കെക്ക് കൊടുക്കുന്ന റിട്ടേൺ കുറവാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ കുറവായിരിക്കും, കാരണം അവൈലബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. ദി മോഡൽ എസെൻഷ്യലി സേസ് ദാറ്റ് countries export the products which use their relatively abundant and cheap factors of production and import the products which use the country's relatively scarce factors. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇപ്പൊ ചീപ്പ് ആയിട്ടുള്ള കമ്മോഡിറ്റി ആണ്, കമ്മോഡിറ്റി ആയിട്ടുള്ള ഗുഡ് എക്സ് ആണ് കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ they are exporting this commodity to country B and importing this other commodity to their country അല്ലേ. അതായത് കൺട്രി എ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാണ്, ഗുഡ് എക്സിനെ ഇവർ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു, കാരണം അത് അവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗുഡ് എക്സ് എക്സ്പോർട്ട് ചെയ്തു. പകരം അവർ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി ഏതായി മാറും, ഗുഡ് വൈ. കാരണം ഗുഡ് വൈ ആണ് ബി എന്ന് പറയുന്ന കൺട്രി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവർ ഇവിടുന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇവര് എക്സ് എ എന്ന് പറഞ്ഞ കൺട്രി, അതായത് കൺട്രി എ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിനെ എക്സ്പോർട്ട് ചെയ്യും, വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റിനെ ഇമ്പോർട്ട് ചെയ്യും. കൺട്രി ബി എന്ത് ചെയ്യും, വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റിനെ എക്സ്പോർട്ട് ചെയ്യും, എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിനെ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതാണോ ചീപ്പർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മോഡിറ്റി മറ്റേ കൺട്രിയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഹെക്ഷർ ഓഹ്ലിൻ പറയുന്നത് എത്രയേ ഉള്ളൂ, നമുക്കൊരു കൺട്രീനെ അത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ ലേബർ ഇന്റൻസീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ രണ്ട് ക്രൈറ്റീരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടേംസ് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഫാക്ടർ ഇന്റൻസിറ്റി യൂസ് ചെയ്ത് മനസ്സിലാക്കാം, ഫാക്ടർ അബണ്ടൻസിലൂടെ മനസ്സിലാക്കാം. ഫാക്ടർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു, K/L റേഷ്യോ, ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് പെർ യൂണിറ്റ് ഓഫ് ലേബർ അല്ലേ. ഇതിനെയാണ് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഏത് കൺട്രിയിലാണോ ഫാക്ടർ ഇന്റൻസിറ്റി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ റേഷ്യോ നോക്കിയാൽ മതി. രണ്ട് കൺട്രീസിലും ഏതിലാണ് കൂടുതൽ എന്ന് നോക്കുക. ഫാക്ടർ ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഏത് കൺട്രിയിലാണ് കൂടുതൽ യൂസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഫാക്ടർ ഇന്റൻസിറ്റി നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൺട്രിയിൽ 5/10 എന്നുള്ള റേഷ്യോയിൽ യൂസ് ചെയ്തു, വേറൊരു കൺട്രി യൂസ് ചെയ്തത് ഇതുപോലെ തന്നെ 8/6 എന്നുള്ള റേഷ്യോ എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും, 5/10 എന്നുള്ളത് നമുക്ക് 0.5 എന്ന് കിട്ടും, 8/6 എന്നുള്ളത് 1.33 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ദിസ് ഇസ് ഇവിടെ ലെസ് ദാൻ അല്ലെ, 1.33 ആണ് വലുത്. അപ്പൊ എന്താണ്, ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രിയാണ്, എ എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് കൺട്രി നമുക്ക് മനസ്സിലായി അല്ലേ. ഇവിടെ കാരണം ക്യാപിറ്റൽ ഇതിന്റെ റേഷ്യോ 1.33 ആണ് കൂടുതൽ, ക്യാപിറ്റൽ ബൈ ലേബർ റേഷ്യോ ആണ് നമ്മൾ കണ്ടത്. കെ എൽ മുകളിൽ, അപ്പൊ കെയുടെ വാല്യൂ കൂടുതലാവുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ കെ കൂടുതലുള്ളത് എവിടെയാ, ഇവിടെയാണ് അല്ലേ, കൺട്രി ബിയിലാണ്. സോ കൺട്രി ബി ഈസ് എ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഫാക്ടർ അബണ്ടൻസ് കാണാനായിട്ട് അദ്ദേഹം പറയുന്നു, ഫാക്ടർ അബണ്ടൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ 2 ways ഇൻ ദി ഹെക്ഷർ ഓഹ്ൽ മോഡലാണ്. ഒന്ന് ഫിസിക്കൽ ഡെഫിനിഷൻ ആണ്, മറ്റൊന്ന് പ്രൈസ് ഡെഫിനിഷൻ ആണ്. ഫിസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് ടോട്ടൽ ക്യാപിറ്റൽ ടു ടോട്ടൽ ലേബർ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ. ഈ റേഷ്യോ ഹയർ ആണെങ്കിൽ, ഇഫ് ദിസ് റേഷ്യോ ഹയർ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ, ഈ കൺട്രി ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെന്ന് അർത്ഥം. ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെന്നാണ് അതിനർത്ഥം. അതായത് TK ഇവിടെ മുകളിൽ കാണുന്നത് TK അല്ല, അപ്പൊ ഈ വാല്യൂ കൂടുതലാവുമ്പോഴാണ് ഇതിന്റെ റേഷ്യോ കൂടുക അല്ലെ. അപ്പൊ ക്യാപിറ്റൽ കൂടുതലാവുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രിയിലാണ്. സോ അതൊരു ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഇതിന്റെ പ്രൈസ് ഡെഫിനിഷൻ എങ്ങനെ വരും, TK കൂടുതലാവുമ്പോ, അതായത് ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റൽ കൂടുതലാവുമ്പോൾ അവിടുത്തെ അതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺസ് എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലേ. അപ്പൊ പ്രൈസ് ഡെഫിനിഷൻ എപ്പോഴും അവിടെ എന്തായിരിക്കും, PK/PL എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും. ഏത് കൺട്രിയിലെ, ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രിയിൽ. അപ്പൊ ഇതിന്റെ ബേസിലാണ് നമ്മളൊരു കൺട്രി ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ ലേബർ ഇന്റൻസീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, ഹെക്ഷർ ഓഹ്ലിൻ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സോറി, അതിന് മുൻപ് നമുക്ക് ഇനി സിംബോളിക്കലി ഒന്ന് നമുക്ക് നോക്കാം. സിംബോളിക്കലി എന്താണ് പറയുന്നത് നോക്കാം.
എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. രണ്ട് കൺട്രീസ് വി ആർ ടേക്കിംഗ് ഇന്ത്യ ആൻഡ് US. ഇന്ത്യ ഇസ് ലേബർ ഇന്റൻസീവ് ആൻഡ് US ഇസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ്. സോ ഹിയർ ഇന്ത്യ എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആയതുകൊണ്ട് ലേബർ ഇസ് ചീപ്പർ ആണ് ആൻഡ് US ക്യാപിറ്റൽ ഇസ് ചീപ്പർ ആണ്. അപ്പോൾ നമുക്ക് സിംബോളിക്കലി ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങൾ ഇത് ഓർത്ത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് തെറ്റില്ല. രണ്ട് കൺട്രീസ് ഉണ്ട്, A ആൻഡ് B. കൺട്രി A, കൺട്രി B. A എന്ന് പറയുന്നത് ഇന്ത്യ, B എന്ന് പറയുന്നത് US ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഇന്ത്യയാണ്, ഇത് US ആണ്. കൺട്രി A എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ ഇന്റൻസീവ് കൺട്രിയാണ്, സോ വേജ് റേറ്റ് ലെസ് ആണ്. കൺട്രി B എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രിയാണ്, സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലെസ് ആണ്. സോ നമുക്ക് K/L റേഷ്യോയിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം, നമ്മൾ പറഞ്ഞില്ലേ 5/10 ആണ് കൺട്രി എയുടെ റേഷ്യോ എങ്കിൽ കൺട്രി ബിയിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് 8/6. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 0.5ഉം 1.33. സോ 0.5 is less than 1.33. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാം. അതായത് ഇതിനെ നമുക്ക് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണ്? കൺട്രി A എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഇവിടെ ലെസ് ആയിരിക്കും. കാരണം എന്താണ്? ഇത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്, കൺട്രിയാണ്. അപ്പൊ K എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവിടെ കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ എന്നുള്ള സൈൻ വന്നത് അല്ലെ. കെയുടെ വാല്യൂ എവിടെയാണ് കൂടുതൽ വരിക? ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രിയിലാണ്, അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ സൈൻ വന്നത്. അപ്പോൾ കൺട്രി എയുടെ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി അല്ല, കൺട്രി B ആണ് ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി. K ആണ് മുകളിൽ വന്നതുകൊണ്ട് കെയുടെ വാല്യൂ കണ്ടോ, ഇത് നമ്മൾ എക്സാമ്പിൾ കാണിച്ച് ഇത് നിങ്ങൾ ഓർത്താൽ മതി, എക്സാമ്പിളിലൂടെ ഓർത്താൽ മതി, അപ്പൊ മനസ്സിലാവും. സോ K/L ഓഫ് A ഈസ് ലെസ് ദാൻ K/L റേഷ്യോ ഓഫ് B. ഓക്കെ, അപ്പൊ ഇനി പ്രൈസ് റേഷ്യോ നമുക്ക് എങ്ങനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാം? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ ഈ കൺട്രി എയുടെ അവര് പ്രൈസ് റേഷ്യോ ഇട്ടത് PK/PLന്റെ വാല്യൂ എന്ന് പറയുന്നത് 100/50 ആണ്. 100/50 കൺട്രി എയുടെ. അതുപോലെ തന്നെ PK/PL എന്നുള്ളത് കൺട്രി ബിയുടെ ഞാൻ 75/100 എന്ന് കൊടുക്കാൻ നോക്കി. അപ്പൊ ഇത് എത്ര വരും? 100/50 എന്ന് പറയുന്നതാണ് എത്ര? 2 അല്ലേ? 2 ആണ്. 75/100 എന്ന് പറയുന്നതാണ് 0.75. അപ്പൊ നമുക്ക് ഇതിനിങ്ങനെ എഴുതിക്കൂടെ? 2 is greater than 0.75 അല്ലേ? സോ PK/PL അതായത് പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കൺട്രി A is greater than PK/PL ഓഫ് കൺട്രി B അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയും കൂടി ആലോചിക്കുക. അതായത് കൺട്രി എയില് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കൺട്രി ബിയിലോ, കൺട്രി ബിയിലെ ക്യാപിറ്റൽ വളരെ കൂടുതലായതുകൊണ്ട് അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വുഡ് ബി ലെസ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സൈൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ സൈൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദസ് ദി ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോമെന്റ്സ് കണ്ടോ, ഫാക്ടർ എൻഡോമെന്റ്സിൽ അതായത് ഫാക്ടർ അബണ്ടൻസിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് കോസ് ഡിഫറൻസസ് ഇൻ ഫാക്ടർ പ്രൈസസിൽ ചേഞ്ച് വന്നു. ആൻഡ് ഡിഫറൻസസ് ഇൻ കമ്പാരിറ്റീവ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഡിഫറെന്റ് കമ്മോഡിറ്റീസ്. അങ്ങനെ ഈ ഫാക്ടർ പ്രൈസസിൽ ഡിഫറൻസ് വന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്? കമ്പാരിറ്റീവ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഡിഫറെന്റ് കമ്മോഡിറ്റീസിൽ ഡിഫറൻസസ് വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വേജ് ലെവൽ, കുറഞ്ഞ വേജ് വെച്ചിട്ട് നമ്മളൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വേജ് റേറ്റ് കൂടുതലാണെങ്കിലോ, വേജ് റേറ്റ് കൂടുതലാണെങ്കിൽ കമ്മോഡിറ്റി പ്രൊഡ്യൂസിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വുഡ് ബി ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് കൺട്രി ബിയിൽ കമ്മോഡിറ്റി എക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. കൺട്രി ബിയില് കോസ്റ്റ്, ലേബറിന്റെ കോസ്റ്റ് കുറവാണ്, സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓൾസോ വുഡ് ബി ലെസ്. മനസ്സിലായോ? അപ്പോൾ ഈ ഫാക്ടർ പ്രൈസ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? കമ്പാരിറ്റീവ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഡിഫറെന്റ് കമ്മോഡിറ്റീസിൽ ഡിഫറൻസസ് വരുത്തുകയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഒരു ഡയഗ്രാം കൂടി നോക്കാം. ഡയഗ്രത്തിൽ പറയുന്നു, ഞാൻ ബിഫോർ ട്രേഡും ആഫ്റ്റർ ട്രേഡ് ആയിട്ട് രണ്ട് ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. ബിഫോർ ട്രേഡിൽ OY ആക്സസ് ഗുഡ് വൈനെ കാണിക്കുന്നു, OX ആക്സസ് ഗുഡ് എക്സ്. രണ്ടിലും ഒരുപോലെയാണ് ഡയഗ്രാം വയ്ക്കുന്നത്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം. ഇതിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൺട്രി 2നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ it shows the different combinations of two commodities which a country can produce by using the given resources. അതായത് ഈ രണ്ട് കമ്മോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗിവൺ റിസോഴ്സസ് വെച്ചിട്ട്. ഗുഡ് എക്സും ഗുഡ് വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൺട്രി 2ന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. കണ്ടോ, ഇത് ഗുഡ് വൈ ആണ് ഇവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോ ഇറ്റ് ഈസ് സ്ക്യൂഡ് ടു OY ആക്സസ്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് കൺട്രി 1ന്റെയോ, ഇതാണ് കൺട്രി 1ന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ദാറ്റ് ഈസ് സ്ക്യൂഡ് ടു OX ആക്സസ് ആണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ് ഇവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ട്രേഡിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കാണാം. ഈ ഒരു കൺട്രി 1 എടുക്കുകയാണെങ്കിൽ കൺട്രി 1ൽ Q എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അവർ ചൂസ് ചെയ്യുന്നത്, ഒപ്റ്റിമം പോയിന്റ് ആയിരിക്കുന്നത്. അതായത്
നമ്മൾ നോക്കുമ്പോൾ സെയിം ഇൻഡിഫറൻസ് കർവ് ആണ് രണ്ടിനും വരച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ബോത്ത് കൺട്രീസ് സെയിം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് കൺട്രീസിന്റെയും ടേസ്റ്റും പ്രിഫറൻസും സെയിം ആണ്. അതുകൊണ്ട് സെയിം ഇൻഡിഫറൻസ് കർവിലാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, യെല്ലോ ലൈൻ എന്ന് പറയുന്നത് ഇത് ഇതിന്റെ ഡൊമസ്റ്റിക് റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിനെ കാണിക്കുന്ന ലൈനാണ്. ഡൊമസ്റ്റിക് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, അതായത് റേഷ്യോ ഓഫ് പ്രൈസ് ഓഫ് ദി ടു കമ്മോഡിറ്റീസ്, റേഷ്യോ ഓഫ് പ്രൈസ് ഓഫ് ടു കമ്മോഡിറ്റീസിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ലൈനിൽ ഇവിടെ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നത്, കൺട്രി 1 ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന പോയിന്റ് ആണ് പോയിന്റ് Q, അതായത് പ്രൊഡക്ഷനും കൺസംഷനും നടക്കുന്ന ഒരു പോയിന്റ്, ഈക്വൽ ആവുന്ന പോയിന്റ്. കൺട്രി 2ന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് P ആണ്, പോയിന്റ് P. പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഈക്വൽ ആവുന്നു. അതേ ലൈനിൽ തന്നെ ടാൻജന്റ് ആവുന്നത് ഡൊമസ്റ്റിക് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ലൈനും. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പൊ ഇതേപോലെ പോകുമ്പോൾ അവർ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ ഇൻഡിഫറൻസ് കർവിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഗുഡ് വൈ എന്ന് പറയുന്നത് കൺട്രി 2 പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെവൽ മാത്രമാണ്. ഈ ഒരു ലെവല് കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ കൺട്രി 2 എടുക്കുകയാണെങ്കിൽ ഈ ഇവർ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി ആണല്ലോ. സോ ദേ വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് മോർ ഓഫ് കമ്മോഡിറ്റി വൈ, അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതേ പോയിന്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും പുതിയൊരു പോയിന്റിലേക്ക്, അതായത് ഈ ഒരു പോയിന്റിലേക്ക് അവർ മൂവ് ചെയ്യാണ്. ഞാൻ അതിന് ഇപ്പോൾ എസ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. എസ് എന്ന് പറഞ്ഞ പോയിന്റ്, അപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ വരച്ച് കാണിച്ചു തരാം. ആദ്യത്തെ പോയിന്റ് ഇങ്ങനെ ഒരു പോയിന്റ് ആയിരുന്നു, ഇങ്ങനെയായിരുന്നു അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരുന്നത്. ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് ഈ മൂവ് ചെയ്യാണ്. അതായത് ഇവിടെ കമ്മോഡിറ്റി വൈയുടെ പ്രൊഡക്ഷൻ അവർ ഇൻക്രീസ് ചെയ്തു, അതേസമയം തന്നെ കമ്മോഡിറ്റി എക്സിന്റെ പ്രൊഡക്ഷൻ അവർ ഡിക്രീസ് ചെയ്യാണ്. കണ്ടോ? അപ്പൊ ഇവർ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോർഷൻ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, ദിസ് പോർഷൻ അവർ ഇമ്പോർട്ട് ചെയ്യും. കമ്മോഡിറ്റി വൈ ഈ ഒരു പോർഷൻ അവർ എക്സ്പോർട്ട് ചെയ്യും, ഈ ഒരു പോർഷൻ കമ്മോഡിറ്റി എക്സ് എന്ന് പറയുന്നത് അവർ ഇമ്പോർട്ട് ചെയ്യാണ്. ഇതാണ് ട്രേഡിന് ശേഷം സംഭവിക്കുന്നത്. ഇതേ സെയിം കാര്യം തന്നെയാണ് കൺട്രി 1 സംഭവിക്കുന്നത്. അതായത് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നു അവരുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഗുഡ് എക്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലായിട്ട്. ഇപ്പൊ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗുഡ് എക്സ് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ടി എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ വരയ്ക്കുകയാണ്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതായിരുന്നു അവരുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇതിൽ നിന്നും അവര് ടി എന്ന് പറയുന്നതിന്റെ ടി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യണം. അതായത് അവര് എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേസമയം തന്നെ വൈ എന്ന് പറയുന്നതിന്റെ പ്രൊഡക്ഷൻ അവര് റെഡ്യൂസ് ചെയ്യാണ്, കാരണം അത് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ഒരു പോയിന്റിന് ഈ ഇത്രയും ഭാഗം അവർ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. ഇത്രയും ഭാഗം അവര് ഈ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റി അവർ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ഭാഗം അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, ഈ ഒരു അത്രയും ഭാഗം ഗുഡ് വൈ അവർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ, ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ടേംസ് ഓഫ് ട്രേഡിനെ കാണിക്കുന്ന ലൈനാണ്. അതായത് റേഷ്യോ ബിറ്റ്വീൻ എ കൺട്രീസ് എക്സ്പോർട്ട് പ്രൈസ് ആൻഡ് ഇമ്പോർട്ട് പ്രൈസ്. അപ്പൊ അതിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിലാണ് സെക്കൻഡ്, അതായത് IC2 ടച്ച് ചെയ്യാണ്. അതായത് ഇവരുടെ കൺസംഷൻ ലെവൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു, ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് പോവാണ്. ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് പോവാന്ന് വെച്ചാൽ എന്താ അർത്ഥം അതിന്റെ, അതായത് ആ ഒരു ഇക്കോണമിയുടെ വെൽഫെയർ, അവരുടെ കൺസംഷൻ പാറ്റേൺ ഇൻക്രീസ് ചെയ്തു, അവരൊരു ഹയർ ഇക്കണോമിക് ഗ്രോത്തിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു വെൽഫെയർ ഇൻക്രീസ് ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ട്രേഡ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വെൽഫെയറിൽ വ്യത്യാസം വന്നു. അതാണ് ഈ ഒരു ഇതിലൂടെ ബിഫോർ ട്രേഡ് ആൻഡ് ആഫ്റ്റർ ട്രേഡിൽ ഈ ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷനാണ്, ഈ തിയറിയുടെ ഒരു കൺക്ലൂഷനാണിത്. ഓക്കെ, ഇത്രയാണ് ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടും. നെക്സ്റ്റ് നമ്മൾ ലിയോൺഡിഫ് പാരഡോക്സ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.